ഇപ്പൊ മാർക്കോ നിരോധിച്ചത് നമുക്ക് ഫ്രണ്ട്സിനെ നേടാം, നമ്മൾ വെറുതെ ഇരിക്കുന്ന എന്തിനാ, നമുക്ക് ചാറ്റ് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഞാൻ എന്റെ ഫ്രണ്ട് ആപ്പിലുള്ള ഫ്രണ്ടിനോട് ഇപ്പൊ കേരളത്തിലൊക്കെ പെരുകുന്ന ഈ അക്രമ വാസനകൾക്കൊക്കെ കാരണം ഈ സിനിമയുടെ സ്വാധീനമാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പൊ മാർക്കോ നിരോധിച്ചത്. TV പ്രദർശനത്തിന് അനുമതിയില്ല. ഇപ്പൊ കേരളത്തില് തുടരെയായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് മാർക്കോ എന്ന സിനിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മാർക്കോയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞ് മാർക്കോയുടെ ഫെയിം ഉയർത്തി കാട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. കാരണം ഈ ലഹരിയുടെ വ്യാപനം മറയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കോയെ കരുവാക്കരുത്. മാർക്കോ എന്താണെങ്കിലും നിരോധിച്ചു, പക്ഷെ ഈ ഒരു ലഹരി വ്യാപനത്തെ കൂടി തടയണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തയിൽ കണ്ടു, സ്കൂളിൽ വെച്ചിട്ട് 4ാം ക്ലാസ്സുകാരന് ചോക്ലേറ്റ് കിട്ടി. അത് കഴിച്ചിട്ട് 4ാം ക്ലാസ്സുകാരൻ ഇത് അവശ നിലയിലായതിനെ തുടർന്ന് പാരന്റ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നപ്പോൾ ആ കഴിച്ച ചോക്ലേറ്റിൽ ലഹരി ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അപ്പൊ ഇത് സ്കൂൾ അധികൃതരോടും ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചു. പൊടിയിൽ വന്ന ന്യൂസ് എന്താണ്, ആ ചോക്ലേറ്റ് സ്കൂളിൽ നിന്നും വന്നതല്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ന്യൂസുകൾ വന്നത്. ഇനി ചോക്ലേറ്റ് എവിടെ നിന്ന് വന്നതെങ്കിലും ആകട്ടെ, പക്ഷേ സ്കൂളുകളിൽ ഇതേപോലെ വൻതോതിൽ ലഹരി എത്തുന്നുണ്ട് എന്നതിന് തെളിവുണ്ടല്ലോ. എന്തുകൊണ്ട് ഗവൺമെന്റ് അതിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല? ഗവൺമെന്റ് ഫോഴ്സ് ഒക്കെ നല്ല ശക്തമല്ലേ? അപ്പൊ ഇതേപോലെ ഇങ്ങനെ ലഹരി ഒഴുകി വരുന്നുണ്ട്, വിദ്യാലയങ്ങളിലേക്ക് ഒഴുകി വരുന്നുണ്ട് എങ്കിൽ അതിനെതിരെ കടുത്ത നടപടി എടുക്കണ്ടേ? അത് തടയാൻ വേണ്ടി കടുത്ത നിയമനിർദ്ദേശങ്ങൾ നൽകണ്ടേ? ഒരു സിനിമ നിരോധിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു ന്യൂസ് വന്നു, 12 വയസ്സുകാരൻ 9 വയസ്സുള്ള സഹോദരിക്ക് മയക്കുമരുന്ന് നൽകി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ കേരളത്തിലല്ലേ ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഈ ന്യൂസുകളൊക്കെ വലിയ അധികൃതരൊക്കെ കാണുന്നുണ്ടല്ലോ? ഇത് പെട്ടെന്ന് ഒരു ദിവസം വരുന്ന ന്യൂസ് അല്ല. ഓരോ ദിവസങ്ങളും പല സമയങ്ങളിലായിട്ട് കുട്ടികളും മുതിർന്നവരും പല രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ടും ഇതിനെതിരെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ എന്തുകൊണ്ട് ശക്തമായ നടപടികൾ എടുക്കുന്നില്ല? വീണ്ടും യുവാക്കൾ എന്തിന് ഇതിന്റെ പുറകെ പോകുന്നു? ഇത് ഉപയോഗിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, നിയമ തടസ്സങ്ങൾ വരുന്നില്ല, എനിക്കാരെയും പേടിക്കണ്ട എന്നിങ്ങനെയുള്ള തോന്നലുകളായിപ്പോയി എല്ലാവർക്കും. അപ്പൊ ഈ തോന്നലുകളെയാണ് മാറ്റേണ്ടത്. നിയമവ്യവസ്ഥകളോടുള്ള പേടിയില്ലായ്മയാണ് മാറ്റേണ്ടത്. ഇവിടെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമമുണ്ട്, ശിക്ഷിക്കപ്പെടും എന്ന് പേടിയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ മടിക്കും. ആ പേടി എന്താണ് കൊണ്ടുവരാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയാത്തത്? അതല്ലേ ചെയ്യേണ്ടത്. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികളെ മുതിർന്നവരെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. ഇപ്പോഴുള്ള പല കുട്ടികളും തന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. അവരുടെ കൈകളിലായിരിക്കും മിക്ക സമയം മൊബൈൽ ഫോണുകളും ഉള്ളത്. ഇതില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പൊ ജാസ്മിൻ ജാഫർ, ആലീസ് ക്രിസ്റ്റി, ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇവരിൽ കുറച്ചു പേര് പ്രൊമോഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആപ്പ്, ഈ ഫ്രണ്ട് ആപ്പുകളിൽ നമുക്ക് ഫ്രണ്ട്സിനെ നേടാം, നമ്മൾ വെറുതെ ഇരിക്കുന്ന എന്തിനാ, നമുക്ക് ചാറ്റ് ചെയ്യാം, നമുക്ക് കോൾ ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കണ്ടന്റ്. ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ്. ഇവര് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു, ഇത് എല്ലാ കുട്ടികളിലേക്കും എത്തുന്നുണ്ട്, പലരിലേക്കും എത്തുന്നുണ്ട്, പലരും ഇത് കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് വീണ് പോകുന്നവരുണ്ട്. പക്ഷെ ശരിക്കും ഇതെന്താണ്? എന്റെ അടുത്തല്ലേ സംസാരിച്ചത്? അത് ഞാൻ എന്റെ ഫ്രണ്ട് ആപ്പിലുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്? അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ആപ്പുകൾ കൊണ്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? കുടുംബ ബന്ധങ്ങൾ തകർക്കാനും ടീനേജ് കുട്ടികളെ വഴിതെറ്റിക്കാനും മാത്രമാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ യൂസ് ആവുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആപ്പുകളാണ് ഇവരെ പോലുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിർത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഇതിനൊക്കെ എതിരെയും ശക്തമായ നടപടികൾ വേണം. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അതേപോലെ തന്നെ മെമ്പർഷിപ്പ് ആപ്പുകൾ, അതേപോലെ തന്നെ നിള നമ്പർ, അങ്ങനെ കുറെ പേരുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട്. അപ്പം ഇവരുടെയൊക്കെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ശരീര പ്രദർശനം തന്നെയാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ധൈര്യമായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതും തടയണം. ഇപ്പോഴുള്ള സിനിമകളെല്ലാം വയലൻസ് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. വയലൻസോട് കൂടിയിട്ടാണ് പടങ്ങൾ വരുന്നത്. ആ വയലൻസ് നല്ല രീതിയിൽ ആഘോഷിക്കുകയും പടം നല്ല അടിപൊളിയായിട്ട് ഹിറ്റ് അടിക്കുകയും ചെയ്യുന്നുണ്ട്.
സിനിമകളിൽ ഈ സ്ത്രീകളുടെ ഗ്ലാമർ പ്രദർശിപ്പിക്കല്, അതേപോലെ തന്നെ സെക്സ് സീനുകള്, അതേപോലെ തന്നെ ഇതേപോലെ റേപ്പ് സീനുകള്, ഇങ്ങനെ വരുന്നുള്ള സീനുകളെല്ലാം ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതും ഇന്നത്തെ കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള ചാൻസ് ഉള്ള കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങൾ വേണം. വയലൻസ് നിറഞ്ഞ പടമാണ് എന്നുള്ളത് കൊണ്ട് മാർക്കോ എന്നൊരു ഫിലിം നിരോധിച്ചത് കൊണ്ട് മാത്രം തീർന്നില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഇനിയും തുടരുക തന്നെയുള്ളൂ. പ്രശ്നങ്ങൾക്കൊരു എൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിയമവ്യവസ്ഥ മാറണം. പേടി ഉണ്ടാകണം ജനങ്ങൾക്ക്, നിയമത്തെ പേടിക്കണം. അതേപോലുള്ള ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറുകയുള്ളൂ.